എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. പ്രധാനമായും 4 രീതിയിൽ അല്ലെങ്കിൽ 4 തരത്തിലാണ് നമ്മൾ മേജർ ചേഞ്ച് ചെയ്യാൻ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യത്തേത് സ്വിച്ചിങ് ടു മൈനർ DSc. അതായത് നമ്മുടെ 2 സെമസ്റ്ററിലും ഒരേ ഡിസിപ്ലിനിൽ നിന്ന് മൈനർ എടുത്തവർ മേജറിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സ്വിച്ചിങ് ടു മൈനർ DSc മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ. അതായത് പല ഡിസിപ്ലിനിൽ നിന്ന് മൈനർ എടുത്തിട്ടുള്ളവർ മേജറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ 3 ക്രെഡിറ്റ് ഉള്ള MDC മേജറിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതാണ് സ്വിച്ചിങ് ടു MDC ഏൻഡ് ഓൺലി 3 ക്രെഡിറ്റ്സ്. അടുത്തത് ലാസ്റ്റ് വൺ സ്വിച്ചിങ് ടു MDC ഏൻഡ് 6 ക്രെഡിറ്റ്. അതായത് 6 ക്രെഡിറ്റ് നേടിയ MDC വെച്ചുകൊണ്ട് എങ്ങനെയാണ് മേജറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യമായി സ്വിച്ചിങ് ടു മൈനർ DSc മേജർ വിത്ത് മൈനർ പാത്വേ. അതായത് ഒരേ ഡിസിപ്ലിനിൽ നിന്ന് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മൈനർ എടുത്തിരിക്കുന്ന ഒരു കുട്ടി മേജറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമേ നമ്മൾക്കറിയാം, അതായത് ക്രെഡിറ്റ് ഏൺ ടു ബി ഏൺഡ് ബൈ ദ സ്റ്റുഡൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് സെമസ്റ്റർ. അതിൽ നമുക്ക് ഈ 2 സെമസ്റ്ററിലും കുട്ടികൾ ഓരോ വിഷയത്തിനും യൂണിവേഴ്സിറ്റി പറഞ്ഞ ക്രെഡിറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മേജറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മേജറിന് 8 ക്രെഡിറ്റ്, മൈനറിന് 16 ക്രെഡിറ്റ്, AEC ഇംഗ്ലീഷിന് 6 ക്രെഡിറ്റ്, AEC അതർ ലാംഗ്വേജിന് 6 ക്രെഡിറ്റ്, MDC 6 ക്രെഡിറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു കുട്ടി മൈനർ ഒരേ ഡിസിപ്ലിനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കുട്ടി മേജറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന കുട്ടി, അതായത് മേജർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കുട്ടി ആദ്യത്തെ സെമസ്റ്ററിൽ സൈക്കോളജി മേജർ എടുത്താണ് പഠിച്ചിരുന്നത്. ആ കുട്ടി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മൈനർ എടുത്തിട്ടുള്ളത്. അതിന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മേജറിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യമേ നമ്മൾ മൈനറിന് 2 സെമസ്റ്ററിലും കൂടി ഈ കുട്ടിക്ക് 16 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അത് മേജറിലേക്ക് മാറുമ്പോൾ, ഇംഗ്ലീഷ് മേജറാകുമ്പോൾ ആ കുട്ടിക്ക് മേജറായി മാറുമ്പോൾ മേജറിന് വേണ്ട ക്രെഡിറ്റ് 8ആണ്. അപ്പോൾ 8 ക്രെഡിറ്റ് കൂടാതെ ആ കുട്ടിക്ക് അഡീഷണലായിട്ട് 8 ക്രെഡിറ്റ് അധികം ഉണ്ട് മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പഴയ മേജറായ സൈക്കോളജി മൈനർ ആകുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പുതിയ മൈനറിന് 8 ക്രെഡിറ്റാണ് ഉള്ളത്. അപ്പം അഡീഷണലായിട്ട് ഇനി പുതിയ മൈനറിന് ഒരു 8 ക്രെഡിറ്റും കൂടെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി ആ അഡീഷണൽ ആയിട്ടുള്ള 8 ക്രെഡിറ്റ് ഓൺലൈൻ മോഡിൽ നേടിയെടുക്കേണ്ടതാണ്. പിന്നെ മേജറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ കുട്ടി മൈനറിൽ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും കൂടെ 16 ക്രെഡിറ്റ് നേടിയിരുന്നു. അതിലെ 8 ക്രെഡിറ്റ് കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മൈനർ കോഴ്സുകൾ എടുത്തിരിക്കുന്ന ഡിസിപ്ലിനിൽ നിന്നാണ് കുട്ടി MDCയും എടുത്തിരുന്നതെങ്കിൽ, അതായത് ഇംഗ്ലീഷ് മൈനർ മേജർ ആക്കുമ്പോൾ ആ കുട്ടി ഇംഗ്ലീഷിൽ നിന്ന് തന്നെയാണ് MDC എടുത്തിട്ടുള്ളത് എങ്കിൽ ആ കുട്ടി ഒരേ ഡിസിപ്ലിനിൽ നിന്ന് MDC എടുത്തത് കൊണ്ട് ആ MDCയുടെ ക്രെഡിറ്റും ആ കുട്ടിക്ക് നഷ്ടമാകുകയാണ്. അതായത് 6 ക്രെഡിറ്റും നഷ്ടമാകുന്നു. ആ 6 ക്രെഡിറ്റ് MDCയുടെ 6 ക്രെഡിറ്റും കുട്ടി ഓൺലൈൻ മോഡിൽ നിന്ന് ഈ ഒരു പാത്വേയിൽ പോകുമ്പോൾ നേടിയെടുക്കേണ്ടതായിട്ട് വരുന്നു. കാരണം മൈനറും MDCയും ഒരേ ഡിസിപ്ലിനിൽ നിന്ന് എടുത്തിട്ടുള്ള കുട്ടി ആണ് എന്ത് ചെയ്യുന്നത്? ഈ സെമസ്റ്ററിൽ മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ MDCയുടെ 6 ക്രെഡിറ്റും കൂടെ നഷ്ടമാകുകയാണ്. അങ്ങനെ കുട്ടിക്ക് ടോട്ടൽ 14 ക്രെഡിറ്റ്
ഈ ഒരു പാത്വേയിൽ പോകുമ്പോൾ നഷ്ടമാകുന്നുണ്ട്. പക്ഷേ MDC അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതൊരു വിഷയമാകുന്നില്ല. ഇംഗ്ലീഷിൽ നിന്ന് മൈനറും ഇംഗ്ലീഷിൽ നിന്ന് തന്നെ MDCയും എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ MDCയുടെ 6 ക്രെഡിറ്റും നഷ്ടമാകും. അപ്പോൾ ആ കുട്ടിക്ക് ആ MDCയും ഓൺലൈനിൽ എടുക്കേണ്ടി വരും. പുതിയ മൈനറായ സൈക്കോളജിക്ക് 8 ക്രെഡിറ്റേ ഉള്ളൂ. അപ്പോൾ അഡീഷണലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? 8 ക്രെഡിറ്റ് വീണ്ടും ഓൺലൈനിൽ എടുക്കേണ്ടി വരും. മൊത്തത്തിൽ ആ കുട്ടി 14 ക്രെഡിറ്റ് പുറത്തു നിന്ന് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്തത് സ്വിച്ചിങ് ടു മൈനർ DSC മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ. അതായത് ഡിഫറൻറ്റ് ഡിസിപ്ലിനിൽ നിന്ന് മൈനർ എടുത്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് മേജറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 3 സിറ്റുവേഷൻസ് ഉണ്ട്. ആദ്യത്തെ സിറ്റുവേഷനിൽ 4 ക്രെഡിറ്റ് മൈനർ ഉള്ള ഒരു കുട്ടി, ആ 4 ക്രെഡിറ്റ് മൈനർ മേജറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് 4 ക്രെഡിറ്റ് മൈനർ മേജറിലേക്ക് മാറ്റുമ്പോൾ, അതായത് ഉദാഹരണത്തിന് സൈക്കോളജി മേജർ എടുത്ത കുട്ടി, ആ കുട്ടിയെ 4 ക്രെഡിറ്റ് മൈനർ ഇംഗ്ലീഷിൽ നിന്നും 4 ക്രെഡിറ്റ് മൈനർ BComൽ നിന്നും 4 ക്രെഡിറ്റ് മൈനർ BCL നിന്നും 4 ക്രെഡിറ്റ് മൈനർ BBL നിന്നുമാണ് എടുത്തതെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ സെക്കൻഡ് സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തു എന്നും ധരിക്കുക. അങ്ങനെ ടോട്ടൽ 16 ക്രെഡിറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മൈനറുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷിലേക്കാണ് ആ കുട്ടി സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിലെ മൈനറായ 4 ക്രെഡിറ്റാണ് ഇവിടെ എന്തായി മാറുക? മേജറായി മാറുക. അപ്പോൾ ആ മേജറിന് 4 ക്രെഡിറ്റ് പോരാ, 8 ക്രെഡിറ്റ് വേണം. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? ആ കുട്ടി 4 ക്രെഡിറ്റ് അഡീഷണലായിട്ട് ഓൺലൈൻ മോഡിൽ നേടിയെടുക്കണം. എങ്ങനെയാണ്? ഈ കംപ്ലീറ്റിംഗ് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ അഡീഷണൽ ഒരു 4 ക്രെഡിറ്റ് നേടിയെടുക്കണം. അപ്പോൾ സൈക്കോളജിയുടെ മേജർ അപ്പോൾ അതെന്തായി മാറും? മൈനറായിട്ട് മാറും. സൈക്കോളജി മേജർ പഠിച്ച സമയത്ത് അതിന് 8 ക്രെഡിറ്റ് ഉണ്ട്. ആ 8 ക്രെഡിറ്റും ബാക്കി ടോട്ടൽ ചെയ്ത് വരുമ്പോഴത്തേക്കും എത്ര വരും? ടോട്ടൽ മൈനറിൻ്റെ ക്രെഡിറ്റ് 20 ആകും. 20 ആകുമ്പോൾ ആ അഡീഷണൽ മൈനറിന് നമുക്ക് എത്ര ക്രെഡിറ്റാണ് വേണ്ടത്? 16 ക്രെഡിറ്റ് മതി. 4 ക്രെഡിറ്റ് അപ്പോൾ അതിന് കൂടുതലായിരിക്കും. അപ്പോൾ ആ 4 ക്രെഡിറ്റുമായി പുതിയ മൈനറിൻ്റെ 4 ക്രെഡിറ്റും അതിന് നഷ്ടമാവുക. അപ്പോൾ 4 ക്രെഡിറ്റ് ഓൺലൈൻ വഴി മേജറിന് വേണ്ടി നേടിയെടുക്കണം. പക്ഷേ മൈനറിലെ 4 ക്രെഡിറ്റ് നഷ്ടമാകുന്നു. അതാണ് നമ്മുടെ 4 ക്രെഡിറ്റിലുള്ള മൈനർ മേജറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇനി സിറ്റുവേഷൻ 2 എന്ന് പറയുമ്പോൾ 8 ക്രെഡിറ്റ് ഉള്ള ഒരു മൈനർ മേജറിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് വിചാരിച്ചോളുക. 8 ക്രെഡിറ്റ് ഉള്ള മൈനർ മേജറിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുട്ടി മൾട്ടിപ്പിൾ മൈനർസ് 3 സിറ്റുവേഷനാണ് ഉള്ളത്. അതിലെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ കോഴ്സിലേക്ക് മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് 8 ക്രെഡിറ്റ് ഉള്ള മൈനർ ചേഞ്ച് ചെയ്ത് മേജർ ആക്കുമ്പോൾ കുട്ടിക്ക് യാതൊരുവിധ നഷ്ടവും അവിടെ ഉണ്ടാകുന്നില്ല. കാരണം 8 ക്രെഡിറ്റ് ഉള്ള മൈനർ മേജർ ആകുമ്പോൾ മേജറിനുള്ള ഓൾറെഡി 8 ക്രെഡിറ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ 8 ക്രെഡിറ്റ് ഉള്ള, അതായത് മേജറാണ് മൈനറിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ മൈനറിലും ആവശ്യമായ ക്രെഡിറ്റ് വീണ്ടും നിലനിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ 8 ക്രെഡിറ്റുള്ള മൈനർ മേജർ ആക്കുമ്പോൾ കുട്ടിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. മേജറിൻ്റെ 8ഉം കിട്ടുന്നുണ്ട്, മൈനറിൻ്റെ 16ഉം ലഭ്യമാകുന്നുണ്ട്. ഇനി അടുത്തത് സിറ്റുവേഷൻ 3 ആണ്. സിറ്റുവേഷൻ 3യിൽ 12 ക്രെഡിറ്റ് ഉള്ള മൈനറാണ്. 12 ക്രെഡിറ്റ് ഉള്ള മൈനറിൽ കുട്ടി എന്ത് ചെയ്യുന്നു? അടുത്ത മേജറിലേക്ക് 12 ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കോഴ്സിൽ നിന്ന്, അതായത് 16 ക്രെഡിറ്റ് ആണ് ടോട്ടൽ വേണ്ടത്. അപ്പം 12 ക്രെഡിറ്റ് കുട്ടി ഒരിടത്തു നിന്നാണ് നേടിയതെങ്കിൽ ബാക്കി 4 ക്രെഡിറ്റ് വേറെ അതർ ഡിസിപ്ലിനിൽ നിന്നാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 12 ക്രെഡിറ്റ് ഉള്ള ഡിസിപ്ലിനിൽ നിന്ന് ആ കുട്ടി മേജറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുമ്പോൾ മേജറിന് 12 ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് അഡീഷണൽ കൂടുതൽ 4 ക്രെഡിറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ തിരിച്ച് എന്ത് ചെയ്യണം? മൈനറിലേക്ക് വരുമ്പോൾ കുട്ടിക്ക്
എന്ത് ചെയ്യണം? 4 ക്രെഡിറ്റേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ മേജറിൻ്റെ 8 കൂടെ വരുമ്പോൾ 12 ഉള്ളൂ. അവിടെ ഇനി ഒരു 4 ക്രെഡിറ്റ് മൈനറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യേണ്ടി വരും? 4 ക്രെഡിറ്റ് മൈനറിലേക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓൺലൈനിൽ മോഡിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ എന്ത് ചെയ്യണം? നേടിയിരിക്കാനുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ DSCയിൽ അധികം വന്ന 4 ക്രെഡിറ്റ് കുട്ടിക്ക് അവിടെ നഷ്ടമാവുകയും കൂടിയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത, അതായത് മൂന്നാമത്തെ ഡിസിപ്ലിൻ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മേജർ ചേഞ്ച് ചെയ്യുന്നതിന് വരുന്നത് 3 ക്രെഡിറ്റുള്ള MDC കോഴ്സ് വെച്ചിട്ട് ഒരു കുട്ടി മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ, അപ്പം 3 ക്രെഡിറ്റുള്ള MDC മേജർ ആക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, MDCക്ക് 6 മൊത്തത്തിൽ ക്രെഡിറ്റ്. അപ്പോൾ ആ കുട്ടി 2 ഡിസിപ്ലിനിൽ നിന്നായിരിക്കാം ആദ്യം ഒരിടത്തു നിന്ന് എടുത്തു, പിന്നെ അടുത്തത് 3 ക്രെഡിറ്റ് വേറൊരിടത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുട്ടി എന്ത് ചെയ്യുന്നു? സൈക്കോളജി മേജറായിരുന്നു, മൈനറുകൾ പലയിടത്തു നിന്ന് എടുത്തു അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് എടുത്തു എന്ന് വിചാരിച്ചോളുക. MDC 2 സ്ഥലത്തു നിന്ന് എടുത്തു. അപ്പോൾ ഇംഗ്ലീഷ് മേജർ ആക്കുമ്പോൾ സൈക്കോളജിയുടെ മേജർ എന്താവും? മൈനറാവും. അപ്പോൾ അവിടെ മൈനറിന് വ്യത്യാസം വരുന്നില്ല. അപ്പം മൈനറിനകത്ത് മൊത്തത്തിൽ 24 ക്രെഡിറ്റ് വരികയാണ്. അപ്പോൾ 8 ക്രെഡിറ്റ് കൂടുതൽ വരുന്നു. ആ 8 ക്രെഡിറ്റ് കൂടുതൽ വരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മേജറിൽ അപ്പോൾ 3 ക്രെഡിറ്റേ ഉള്ളൂ. എത്ര ക്രെഡിറ്റും കൂടെ ആവശ്യമുണ്ട്? 5 ക്രെഡിറ്റും കൂടെ നേടിയാലേ മേജറിന് ആവശ്യമുള്ള 8 ക്രെഡിറ്റ് കുട്ടിക്ക് ലഭ്യമാകത്തുള്ളൂ. ആ 5 ക്രെഡിറ്റ് കുട്ടി എന്ത് ചെയ്യണം? ഓൺലൈനിലൂടെ നേടിയെടുക്കേണ്ടതാണ്. പിന്നെ 5 ക്രെഡിറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 ക്രെഡിറ്റ് നമ്മൾ MDCയുടെ വെച്ചിട്ടാണല്ലേ മേജർ ആയത്. അപ്പോൾ വേണമെങ്കിൽ പുതിയ മൈനറിൽ നിന്ന് നമുക്ക് അവിടെ 8 ക്രെഡിറ്റ് ഉണ്ട്. ആ 8 ക്രെഡിറ്റിൽ നിന്ന് 3 ക്രെഡിറ്റ് എടുത്ത് നമുക്ക് MDCയിലേക്ക് മാറ്റാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ബാക്കി ഒരു 5 വരുന്നു. ആ 5 ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു? കുട്ടിക്ക് നഷ്ടമാവുക ചെയ്യുന്നു. അതായത് മേജർ മൈനറായി വരുമ്പോൾ ടോട്ടൽ 8 ഉണ്ട്. ആ 8ൽ 3 ക്രെഡിറ്റ് എടുത്ത് കുട്ടിക്ക് MDCയിലേക്ക് മാറ്റാവുന്നതാണ്. ബാലൻസ് നിൽക്കുന്ന 5 ക്രെഡിറ്റ് കുട്ടിക്ക് നഷ്ടമാകുന്നു. അതുപോലെ തന്നെ 5 ക്രെഡിറ്റ് ഓൾറെഡി എന്ത് ചെയ്യേണ്ടി വരുന്നു? കുട്ടി മേജറിലേക്ക് വേണ്ടി ഓൺലൈൻ മോഡിൽ പഠിക്കേണ്ടതുമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് 6 ക്രെഡിറ്റുള്ള MDC മേജറിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. 6 ക്രെഡിറ്റുള്ള ഒരു MDC മേജറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കുട്ടിക്ക് മേജർ ആക്കണമെങ്കിൽ 2 ക്രെഡിറ്റിൻ്റെ ആവശ്യവും കൂടെ വരുന്നുണ്ട്. ആ 2 ക്രെഡിറ്റ് കുട്ടി എന്ത് ചെയ്യേണ്ടി വരും? ഓൺലൈനിൽ നേടിയെടുക്കണം. ഇവിടെയും മൈനറിൽ ഇതാണ് വരിക. ഈ ടോട്ടൽ 24 ക്രെഡിറ്റ് വരുന്നുണ്ട്. കാരണം മേജറിൻ്റെ 8 കൂടെ വരുന്നുണ്ട്. ആ 8ൽ നിന്ന് വേണമെങ്കിൽ കുട്ടി എന്ത് ചെയ്യാം? 2 MDCയുടെ ക്രെഡിറ്റ് ഏൺ ചെയ്യാം. ബാലൻസ് പിന്നെ 2 ഉള്ളൂ. ആ 2 ക്രെഡിറ്റ് കുട്ടിക്ക് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ക്രെഡിറ്റ് മേജറിന് വേണ്ടി ഓൺലൈൻ മോഡിൽ ആ കുട്ടി നേടിയെടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. താങ്ക് യു.